ചോദിച്ചു കിടപ്പിലായി. നടക്കാൻ ഒട്ടും വയ്യ. എല്ലാത്തിനും മത്സരം വേണമായിരുന്നു. ഗുണദത്തനാണ് അമ്മയെ നോക്കാറുള്ളത്. ഗുണദത്തൻ അമ്മയെ ശ്രദ്ധിക്കാറേയില്ല. അവന്റെ നോട്ടം ജലത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം കാവേരി നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. ആളുകൾ വീട്ടു സാധനങ്ങൾ വാരിക്കെട്ടി അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഗുണദത്തൻ വിലപിടിപ്പുള്ള സാധനങ്ങൾ വാരിക്കെട്ടി ആലോചിച്ചു, അമ്മയെ കൊണ്ടുപോകണ്ടേ എന്ന്. വയസ്സായ അമ്മയല്ലേ, മരിക്കുകയാണെങ്കിൽ അവിടെ കടന്നു മരിക്കട്ടെ. അതും വിചാരിച്ച് അവൻ അവിടെ നിന്നും പോയി. അങ്ങനെ അവിടേക്ക് ഗുണദത്തനെത്തി. അമ്മ കരയുന്നത് കണ്ട് അവൻ ചോദിച്ചു, അമ്മേ അമ്മേ അമ്മ എന്തിനാ കരയുന്നത്? അമ്മക്ക് ഞാനില്ലേ? അമ്മ കൈയിലിട്ടല്ലേ. മറ്റെന്തും വീട്ടു സാധനങ്ങൾ ഇനിയും കുറെ ഉണ്ടായിരുന്നു. അവൻ വീട്ടു സാധനങ്ങൾ ഉപേക്ഷിച്ച് അമ്മയെ തോളിലേറ്റി അടുത്ത ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. രാത്രിയായി. ഒരു വെളിച്ചവും കാണുന്നില്ല. തപ്പി തപ്പി നടക്കുന്നതുകൊണ്ട് അമ്മക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മയുടെ കണ്ണുനീര് വീണ് ഗുണദത്തന്റെ തല തടഞ്ഞു. അപ്പോൾ മോൻ ചോദിച്ചു, അമ്മേ നീ എന്തിനാ കരയുന്നത്? അമ്മക്ക് ഞാനില്ലേ? അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഞാൻ കാരണം നീ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ, അതൊന്നും സാരമില്ല. അതും പറഞ്ഞ് അവൻ വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ നടന്ന് അതാ ഒരു വെളിച്ചം. അവൻ അവിടേക്ക് നടന്നു. അതാ 4 കൊള്ളക്കാർ തൂക്കുമായി നിൽക്കുന്നു. എല്ലാ യാത്രക്കാരെയും അവർ കൊള്ളയടിക്കുകയാണ്. കൊള്ളയടിച്ച സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. അതിൽ ഗുണദത്തന്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുണദത്തന്റെ തോളിലിരിക്കുന്ന പാണ്ടക്ക് കണ്ട് കൊള്ളത്തലവൻ അത് നിലത്ത് വെക്കാൻ ആവശ്യപ്പെട്ടു. അവൻ പറഞ്ഞു, ഇതെന്റെ അമ്മയാണ്. എന്റെ പക്കൽ സമ്പത്തൊന്നുമില്ല. ഇതാണ് എന്റെ സമ്പത്ത്. ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ കൊള്ളത്തലവൻ ഒന്നും മിണ്ടിയില്ല. പിന്നീട് അവർക്ക് പണം നിറച്ചൊരു സഞ്ചി കൊടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനി അടുത്ത ഗ്രാമത്തിൽ എത്തിക്കാം. അമ്മയെ തോളിലെടുക്കാം. അവൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും കൊള്ളത്തലവൻ അമ്മയെ തോളിലേറ്റി അടുത്ത ഗ്രാമത്തിലേക്ക് നടക്കാൻ തുടങ്ങി. അടുത്ത ഗ്രാമത്തിൽ അപ്പോൾ കൊള്ളത്തലവൻ അമ്മയെ താഴെ നിർത്തി പറഞ്ഞു, ഈ അമ്മയാണ് ഭാഗ്യവതി. അതും പറഞ്ഞ് കൊള്ളത്തലവൻ അവിടെ നിന്നും പോയി. അപ്പോൾ ഗുണദത്തന്റെ